ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായം ചെയ്യുന്നത്. അപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്റ്റുഡിയോയുടെ ചെറിയ സെറ്റപ്പൊക്കെ കാണിച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ വാങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ വാങ്ങണം, അതായത് ഒരു ബഡ്ജറ്റിൽ ഏറ്റവും അടിപൊളി സ്പെക്കുള്ള ഏറ്റവും ഓൾ റൗണ്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിനൊരു ഉത്തരം എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവമാണ്. അതായത് നമ്മുടെ പോക്കോ M5 ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിംഗ്, ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പോക്കോ M4 പ്രോൻ്റെ പെട്ടിയാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസാണ്. അതായത് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ M5 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിംഗ് ഒക്കെ രണ്ടിൻ്റെ ഏകദേശം സെയിം ആണ്. നമ്മുടെ സാധാരണ പോക്കോയുടെ യെല്ലോ ബോക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിൽ പോക്കോയുടെ സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ തുറക്കുമ്പോൾ ഇവിടെ സിം ഇജക്ടർ പിന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കേസ്. പിന്നെ നമ്മുടെ യൂസർ മാനുവലൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേസ്. പിന്നെ നമുക്കിനി നമ്മുടെ ഫോൺ ആണ് പെട്ടിയിലുള്ളത്. അപ്പോൾ ഫോണിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബ്ലൂ കളറാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് 22.5 വാട്ടിൻ്റെ ചാർജറാണ്. പക്ഷേ നമ്മുടെ മൊബൈലിൽ 18 വാട്ടാണ് സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ചാർജിങ് ബ്രിക്ക് 22.5 വാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ USB to Type-C നമ്മുടെ ചാർജിങ് കേബിളാണുള്ളത്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മുടെ ബോക്സിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കവർ ഒന്ന് കളയാം. അപ്പോൾ ഈ ഒരു രീതിയിലൊരു പ്രീമിയം ഒരു ഫിനിഷ് ഉണ്ട്. അതായത് ഒരു ലെതർ പോലത്തെ ഒരു ഫിനിഷാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഈ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഉരിഞ്ഞ് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല അടിപൊളി പ്രീമിയം ടെസ്റ്റർ ഉണ്ട്. ബാക്കിൽ ലെതറിൻ്റെ പോലത്തെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇവിടെ പോക്കോ എഴുതിൻ്റെ ഇവിടെ 3 ക്യാമറയും പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റും. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പോർട്ടുകൾ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്നത് നമുക്ക് നമ്മുടെ സിം ട്രേ ഇടാനുള്ള സംഭവമാണ്. അതായത് നമുക്ക് ഇതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ നമ്മുടെ സ്പീക്കറാണ്. പിന്നെ അതേപോലെ തന്നെ Type-C ചാർജിങ്ങും. പിന്നെ സൈഡിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നമ്മുടെ പവർ ബട്ടൺ തന്നെയാണുള്ളത്. പിന്നെ നമ്മുടെ വോളിയം ലോക്കേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് മുകളിൽ 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതേ മുകളിൽ ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ക്യാമറയുണ്ട്. അപ്പോൾ അതേ 6.58 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കിട്ടും. അതേപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്മൂത്താണ്. നമുക്ക് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ 60 ഹെർട്സ് ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് 90 ഹെർട്സ് ആക്കാം. അപ്പോൾ 90 ഹെർട്സ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ഫോൺ. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 201 ഗ്രാമാണ്. അതായത് നമുക്ക് അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നും തോന്നില്ല. ഒരു നോർമൽ ഫോണിൻ്റെ വെയിറ്റ് തന്നെയാണ് 201 ഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 3ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് 500 nits ആണ് ബ്രൈറ്റ്നസ് ഉള്ളത്. പിന്നെ നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന വേരിയൻറ്റ് എന്ന് പറയുന്നത് 6GB 128GB വേരിയൻറ്റിൻ്റെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് MIUI 13 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോയുടെ G99 ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്ന 3 ക്യാമറകളാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും അതേപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും അതേപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റാണ് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 1080p at 30 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സാമ്പിൾസും ഫോട്ടോ സാമ്പിൾസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5mm ഓഡിയോ ജാക്കുണ്ട്. പിന്നെ അതേപോലെ സ്പീക്കർ
സിംഗിൾ സ്പീക്കറാണ്, അതായത് നമ്മുടെ സ്റ്റീരിയോ സ്പീക്കറല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാറ്ററി സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ചാർജർ 22.5 വാട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ 18 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ട് ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ലോങ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതായത് നമുക്ക് ഒരു 2 ദിവസമൊക്കെ നോർമൽ യൂസിന് ഈസി ആയിട്ട് നിൽക്കും. 5000 mAh ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് അതിൻ്റെ ബാറ്ററി സൈഡ് വരുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് അതിൻ്റെ സ്പെക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയധികം സ്പെക്കും, അതായത് ഇത്ര ഓൾറൗണ്ടറായിട്ടുള്ള ഫോൺ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം നല്ല രീതിയിലുള്ള സ്പെക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലുക്കും സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ജസ്റ്റ് തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 8500 നമുക്ക് ഈ ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിപ്പോൾ വില കുറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്പെക്കുള്ള ഫോൺ വേറെ ഉണ്ടാവില്ല. അതിന് അത്രയധികം നല്ല അടിപൊളി സ്പെക്കാണ്, ഓൾറൗണ്ടർ ഫോണാണ്, എല്ലാ മേഖലയിലും നല്ല രീതിയിൽ സംഭവങ്ങളുള്ള ഫോണാണ്. അപ്പോൾ ഇനി ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഇനി ഫ്ലിപ്കാർട്ടിൽ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഇതുവരെ ഏറ്റവും കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ എപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. ഇതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.